അതെ, എനിക്ക് തോന്നുന്നത് ഇത് പറവൂർ കൊടുങ്ങല്ലൂർ സൈഡിലേക്ക് മാത്രമുള്ള ഒരു ഫ്രൂട്ട് ആണെന്നാ. കാരണം ഞാൻ കൂത്താട്ടോളം, പിറവം, തൊടുപുഴ, മൂവാറ്റുപുഴ, കോലഞ്ചേരി ആ സൈഡിലൊന്നും ഈ സംഭവം കണ്ടിട്ടില്ല. വേറൊന്നുമല്ല, പൊട്ടുവെള്ളരി. ഈ പൊട്ടുവെള്ളരി എന്ന് പറയാനുള്ള കാരണം, ഈ ഫ്രൂട്ടിന്റെ പേരാണ് പൊട്ടുവെള്ളരി. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇവിടെ പൊട്ടിയേക്കണോ ഇതുപോലെ തന്നെ പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള സംഭവം എടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാം. ഈ പറവൂര് പാലത്തിന്റെ ഇറക്കില് ഇത് കൊടുക്കുന്ന ജ്യൂസ് കടയുണ്ട്. എപ്പോ പോയാലും വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷ്മെന്റ് ആണ്. അപ്പം ഇത് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ജ്യൂസാണ്. ഇങ്ങനെയാണ് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് വെള്ളം ഇല്ലാതെ പൊട്ടുവെള്ളരി ജ്യൂസ് ഉണ്ടാക്കാം. വായു ഇതേ പഴുത്ത് കഴിഞ്ഞപ്പോൾ പൊട്ടിയതാണിത്. വേറെ കത്തിയൊന്നും വേണ്ടാട്ടെ, തന്നെ പൊളിഞ്ഞു പോരും. ഇതേ ഞാൻ മുറിച്ചിട്ടുണ്ട്. മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സീഡുകളൊക്കെ എടുത്ത് മാറ്റാം. ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളമില്ലാതെ കേട്ടോ ജ്യൂസ് അടിക്കുന്നതും. സീഡുകൾ നമുക്ക് സാവധാനം എടുത്ത് മാറ്റാം. നമുക്ക് ഒട്ടും വേസ്റ്റ് ഇല്ല. ഈ ചെറിയൊരു തൊലി ഭാഗം മാത്രമേ വേസ്റ്റ് ഉള്ളൂ. ഇത്ര നമ്മളിങ്ങനെ തൊലിന്ന് പൊളിഞ്ഞു കിട്ടും. പൊട്ടുവെള്ളരിയുടെ ഉള്ളിലുള്ള കാമ്പ് മുഴുവനും ഞാനെടുത്ത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തിട്ടിട്ടുണ്ട്. നല്ലപോലെ പഴുത്തതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് തൊലി പൊളിച്ച് കളഞ്ഞാൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കുരു ഒരു അരിപ്പയിലിട്ട് അരിച്ചിട്ട് നമുക്ക് എടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പം അത് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കടലയില്ലേ, കടല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് കപ്പലണ്ടിയാണ്, ഞങ്ങൾക്ക് അവിടെ ഇത് നിലക്കടലയാണ്. ഏതാണ് കറക്റ്റ് എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് കറക്റ്റ് ഏതാണെന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഈ കടല നമ്മൾ തൊലി കളഞ്ഞിട്ട്, വറുത്ത കടല തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഈ പൊട്ടുവെള്ളരിക്ക് ഒരു തരി മധുരമില്ല. വെറുതെ നമുക്കൊരു സ്പോഞ്ച് വായിലിട്ടേക്കുന്ന ഒരു ഫീലേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്യാം. മധുരം നല്ലപോലെ വേണ്ടവര് നല്ലപോലെ ഇടുക. ഇനി മധുരം കുറച്ചാൽ മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഓക്കെ, നമുക്ക് മധുരം ഇട്ടു. ഇനി നമ്മുടെ ഹാൻഡ് മെയ്ഡ് മിക്സി, വേറെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതിനകത്തേക്ക് നമ്മളിനി വെള്ളമൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. നമ്മുടെ ജ്യൂസിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നൊന്ന് പറയണേ. കാരണം ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം പരിചയപ്പെട്ടത്. അപ്പം നമുക്ക് ടേസ്റ്റ് തോന്നിയപ്പോൾ കുടിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും ഗുണവശങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ദേ ഒരു നല്ലൊരു തിക്കായിട്ടിരിക്കുന്ന ജ്യൂസാണിത്. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കാം. അപ്പൊ ഇവിടെ പൊട്ടുവെള്ളരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണെന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കുടിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഇടയ്ക്ക് ആ കടല കിട്ടുന്നതുകൊണ്ട് കടിക്കാനും കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ്. അപ്പൊ പൊട്ടുവെള്ളരി ജ്യൂസ് അടിപൊളിയാണ്. നിങ്ങൾ ആരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് കണ്ടവർ കമന്റ് ചെയ്യണേ കേട്ടോ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.